എല്ലാവർക്കും നമസ്കാരം. നളിനം ടാരോ ഗൈഡൻസ് ചാനലിലേക്ക് എവർക്കും സ്വാഗതം. നമ്മളിവിടെ നോക്കുന്നത് ഇന്നത്തെ യൂണിവേഴ്സിൻ്റെ ഗൈഡൻസും മെസ്സേജസും എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. ഫസ്റ്റ് വന്നിരിക്കുന്നത് ഏസ് ഓഫ് സോർട്സിൻ്റെ ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. 6 ഓഫ് വാൻഡ്സ്, Knight of Pentacles, 3 of Swords, Ace of Pentacles, Knight of Cups, and Hanged Man. ഇതാണ് ഇന്നത്തെ നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡുകൾ. ഏസ് ഓഫ് സോർട്സിൻ്റെ എനർജി എന്ന് പറയുന്നത് നമുക്ക് ഇന്നൊരു പുതിയ തുടക്കം കാണിക്കുന്നുണ്ട്. ഒരു സ്പിരിച്വൽ ഹാൻഡാണ് വന്നിരിക്കുന്നത്. മാനസികമായിട്ട് പുതിയൊരു ഉണർവ് കാണിക്കുന്നുണ്ട്. ചില ആളുകൾക്ക് ഈ ഒരു പുതിയ തുടക്കം വളരെ ഈസി ആയിട്ട് നടക്കുന്ന ഒരു കാര്യമായിരിക്കാം. ഒരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ പുതിയ ഒരു സ്റ്റാർട്ട്, എന്തെങ്കിലും കാര്യത്തിനൊരു സ്റ്റാർട്ട് കിട്ടുന്നുണ്ട്. എന്നാൽ അതുപോലെ തന്നെ ചില ആളുകൾക്ക് ഇത് കുറച്ച് ബുദ്ധിമുട്ട്, അതായത് സ്ട്രഗിൾ ചെയ്ത് കിട്ടുന്ന ഒരു സ്റ്റാർട്ടാണ്. കുറേ കാലമായിട്ട് നമ്മൾ ഒരു കാര്യം നടക്കാൻ വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് കിട്ടുന്ന ഒരു പുതിയ തുടക്കം ആണ്. എന്ത് തന്നെ ആയാലും ഒരു പുതിയ ഉണർവ് ഉണ്ടാവുന്നു എന്നാണ് കാണിക്കുന്നത്. 6 ഓഫ് സോർട്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഒരു പുതിയ തുടക്കം കിട്ടുന്നതിനെ പ്രതിബന്ധങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് വേണം മുന്നോട്ട് പോകാൻ എന്ന് പറയുന്നത്. അതായത് ഒരുപാട് തടസ്സങ്ങൾ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അനുഭവപ്പെടാൻ ചാൻസ് ഉണ്ട്. ആ തടസ്സങ്ങളെ എല്ലാത്തിനെയും അതിജീവിച്ചുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അങ്ങനെ അത് വരുന്ന തടസ്സങ്ങളെ അതിജീവിച്ച് കോൺസ്റ്റൻ്റായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ വളരെയധികം അഭിമാനകരമായ നേട്ടം ഉണ്ടാകും എന്നാണ് കാണിക്കുന്നത്. അങ്ങനെ ആ നേട്ടങ്ങൾ കൊണ്ട് മറ്റുള്ളവരെ പ്രശംസ പിടിച്ചു പറ്റുവാൻ സാധിക്കുകയും ചെയ്യും. അതാണ് ഈ കാർഡ് പറയുന്നത്. നെക്സ്റ്റ് വന്നിരിക്കുന്ന നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അതായത് മണി ഹാൻഡിൽ ചെയ്യുമ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം എന്നാണ് ഇതിനകത്ത് പറയുന്നത്. കെയർഫുൾ ആകുക, അതായത് ചിലവുകൾ നിയന്ത്രിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക. നമ്മളേതെങ്കിലും ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ച് ചില ആളുകളുണ്ടാവും. ചില ആളുകൾക്ക് ആരെങ്കിലും നമുക്കൊരു എന്താ പറയുക, ഒരു പൈസ കടം ചോദിക്കുന്ന ഒരു എനർജി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചാണെങ്കിലും നന്നായിട്ട് ആ കാര്യത്തെക്കുറിച്ച് വിശകലനം ചെയ്തുകൊണ്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമുക്കൊരു ബിറ്റർ എക്സ്പീരിയൻസ് ഉണ്ടാകും എന്നും കാണിക്കുന്നുണ്ട്. അപ്പോൾ ചില ആളുകൾ ഞാൻ പറഞ്ഞ പോലെ നമ്മളോട് മണി കടം ചോദിക്കാനോ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനൊക്കെ ഉണ്ടെങ്കിലും അതും ഹാൻഡിൽ ചെയ്യുമ്പോൾ കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യണമെന്ന് പറയുന്നത്. 3 ഓഫ് സോർട്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മണി ഹാൻഡിൽ ചെയ്യുമ്പോൾ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വൈകാരികമായ ഒരു വേദന ഉണ്ടാകും എന്നാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അതായത് നമുക്ക് ചിലപ്പോൾ വളരെ അടുപ്പമുള്ള ആളുകളോ നമ്മൾ നല്ല റിലേഷൻ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളോ ആയിരിക്കും ചിലപ്പോൾ നമ്മളുടെ അടുത്ത് അങ്ങനെ ഒരു റിക്വസ്റ്റ് തരുന്നത്. ഒരു മണി കടം ചോദിക്കുന്ന ഒരു അവസ്ഥ വരികയാണെങ്കിൽ നമ്മളതിനെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമ്മൾക്ക് അവരൊരു ശത്രുക്കളായി മാറാനുള്ള ഒരു എനർജി ഉണ്ട്. അത് നമുക്ക് ഹാർട്ട് ബ്രേക്ക് ആവും. അതായത് നമ്മൾ അത്രയും അടുപ്പമുള്ള ആളുകളായിരിക്കും. അപ്പോൾ അവർ നമ്മളോട് ഒരു പൈസ കടം ചോദിക്കുകയാണെങ്കിൽ നമ്മൾ കൊടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. കൊടുത്തിട്ട് ചിലപ്പോൾ നമുക്കത് തിരിച്ചു കിട്ടാത്തൊരവസ്ഥ വരികയാണെങ്കിൽ അപ്പോഴും നമുക്കൊരു എന്താ പറയുക, ഒരു വേദനാജനകമായൊരു സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങളും വളരെ ബുദ്ധിപൂർവ്വം ഹാൻഡിൽ ചെയ്യുക. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നല്ല രീതിയിൽ മണി മാനേജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് വളരെ എന്താ പറയുക, ഗുണപരമായിട്ട് തിരിച്ചു കിട്ടാനും ചാൻസ് ഉണ്ടെന്ന് പറയുന്നത്. യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന മണി തരുന്ന ഒരു ഇതാണ് ഇതിനകത്ത് കാണിക്കുന്നത്. യൂണിവേഴ്സിൻ്റെ ഹാൻഡാണ്, അതിനകത്താണ് മണി ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ പണം കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള നല്ല റിസൾട്ടും തിരിച്ചു കിട്ടും എന്നാണ് ഇതിനകത്ത് കാണിക്കുന്നത്.
നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. റിസ്ക് എടുത്ത് മുന്നോട്ട് പോകുന്ന ആളുകളുടെ ഒരു എനർജിയാണ് ഇന്നത്തെ കാണുന്നത്. കാര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ച് മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഒരു തീരുമാനം എടുക്കാൻ പറ്റാതിരിക്കുന്ന ചില ആളുകളുടെ ഒരു എനർജിയുണ്ട്. അതായത് റിസ്ക് എടുക്കണോ വേണ്ടയോ എന്നെല്ലാം ചിന്തിച്ച് സ്റ്റക്കായി നിൽക്കുന്ന ഒരു ആളുകളുടെ എനർജി ഉണ്ട് ഇതിനകത്ത്. ടോട്ടലി നമ്മൾ ഹോൾസ് 3 കാണാൻ പറ്റുന്നുണ്ട്. ഒരെണ്ണം റൈഡ് ചെയ്യുന്ന ഹോൾസാണ്, ഒരെണ്ണം സ്റ്റക്കായി നിൽക്കുന്ന ഒരു ഹോൾസാണ്, ഒരെണ്ണം വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ പറ്റാത്തൊരു ഹോഴ്സിൻ്റെ എനർജി. അങ്ങനെ 3 ഹോഴ്സും ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പം പറഞ്ഞു വന്നത് സ്റ്റക്കായി നിൽക്കുന്ന ഒരു എനർജി ഉണ്ട്. അതായത് റിസ്ക് എടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിനെ കുറിച്ച് തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരു എനർജി ഉള്ള ആൾക്കാർ ഇതിനകത്തുണ്ട്. അടുത്തത് ഹാങ്ഡ് മാനാണ്. അതായത് റിസ്ക് ഉള്ളൊരു കാര്യമാണെങ്കിൽ നിങ്ങൾ തൽക്കാലത്തേക്ക് അത് സ്റ്റോപ്പ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഹാങ്ഡ് മാൻ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റക്ക് എനർജിയാണ്. അപ്പോൾ പോസ്റ്റ്പോൺ ചെയ്യുക. നിങ്ങൾ തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് പറ്റാത്തൊരവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ തീരുമാനം ഇപ്പോൾ എടുക്കണ്ട, അതൊന്ന് പോസ്റ്റ്പോൺ ചെയ്യുക എന്നാണ് പറയുന്നത്. അതാണ് നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്യേണ്ടി വരും എന്നാണ് ഈ കാർഡ് പറയുന്നത്. അതുകൊണ്ട് സ്റ്റക്കായി നിൽക്കുന്ന ആൾക്കാർ തീരുമാനങ്ങൾ ഇപ്പോൾ എടുക്കാതെ ഒന്ന് പോസ്റ്റ്പോൺ ചെയ്തിട്ട് നല്ലൊരു എനർജിയിലേക്ക് വരുമ്പോഴേക്കും തീരുമാനങ്ങൾ എടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഒരു സാക്രിഫൈസ് കാണിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ കാർഡ്സ് തരുന്ന എനർജി. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ലൈക്ക് മൈ ചാനൽ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.